പ്രവാചകൻ പറയുന്നു, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാനും ഹുസൈനിൽ നിന്നാണ്. ഹുസൈനിനെ സ്നേഹിക്കുന്നവനെ അല്ലാഹു സ്നേഹിക്കും. ഹുസൈൻ ഒരു സിബ്ത് ആണ്, സിബ്തുകളിൽ ഒരാൾ. എന്റെ ഈ ലോകത്തിലെ പൂക്കളിൽ ഒരാളാണ്. പൂക്കൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെടിയാണ് പൂവ്. പൂവ് നാറ്റിമധുരം അനുഭവിക്കേണ്ടതാണ്. നാറ്റിമധുരം അനുഭവിക്കേണ്ടത് കൊല്ലേണ്ടതല്ല. അതിനുള്ള വെള്ളം കൊടുക്കേണ്ടത്, വെട്ടി നശിപ്പിക്കേണ്ടതല്ല. ഹസനും ഹുസൈനും നേരിട്ട് അനുഭവിച്ച സംഭവങ്ങളാണ് ഇതെല്ലാം. ആദ്യത്തെ പൂവ് വിഷം കൊടുത്ത് നശിപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ പൂവ് ദുഃഖകരമായി വെട്ടി നശിപ്പിക്കുകയും പൂർണ്ണമായും പിഴുതുമാറ്റുകയും ചെയ്തു. അവനെ അന്യായമായി കൊന്നു. അതിനാൽ അല്ലാഹു അവനോട് കരുണ കാണിക്കട്ടെ, അവനിൽ സന്തോഷം കാണിക്കട്ടെ. ഹുസൈൻ ഫാത്തിമയുടെ മകനാണ്, അവൾ എന്റെ ഭാഗമാണ്. പ്രവാചകൻ പറയുന്നു, ഫാത്തിമ എന്റെ ഭാഗമാണ്. അൽഫദൽ ബിൻത് അൽ ഹാരിസ് ഒരു സ്വപ്നം കണ്ടു. ഭയന്ന് ഓടി വന്ന് പ്രവാചകനോട് പോലും പള്ളിയിൽ ചെന്നു. യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. അത് എന്നെ അലട്ടുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, നല്ലതായിരിക്കും കണ്ടത്, പറയൂ. അവൾ പറഞ്ഞു, സ്വപ്നത്തിൽ ഞാൻ കണ്ടത്, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നു യാ റസൂലല്ലാഹ് ഒരു ഭാഗം മുറിച്ചു എടുക്കുകയും അത് എന്റെ മടിയിൽ വെക്കുകയും ചെയ്യുന്നു എന്ന്. പ്രവാചകൻ പറഞ്ഞു, നല്ലതായിരിക്കും കണ്ടത്. അവൾ പറഞ്ഞു, ഞാൻ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം കണ്ടു. പ്രവാചകൻ പറഞ്ഞു, നല്ലതായിരിക്കും കണ്ടത്. അതിന്റെ അർത്ഥം ഫാത്തിമ ഗർഭിണിയാകും, ഒരു കുട്ടിയെ പ്രസവിക്കും, ആ കുട്ടി നിന്റെ മടിയിൽ വളരും. വാസ്തവത്തിൽ ഫാത്തിമ ഗർഭിണിയായി ഹുസൈൻ ജനിച്ചു. അവളും ഹുസൈന്റെ വളർച്ചയിൽ പങ്കാളിയായിരുന്നു. പ്രവാചകന്റെ ഒരു ഭാഗം പോലെയാണ് അവൻ. സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ